അങ്ങനത്തെ എന്തെങ്കിലും ഗെയിം ചാലഞ്ച് ഹലോ അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വ്ളോഗല്ല ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടക്ക് ജോലി തിരക്കും എല്ലാം കൊണ്ടും ബിസി ആയി പോയി. പിന്നെ നമ്മളൊരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും യൂട്യൂബിലുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കണോ അറിയില്ല. ബിക്കോസ് നമ്മൾ മെയിൻലി ഇൻസ്റ്റഗ്രാമിലാണ് അത് ചെയ്യുന്നത്. ഫന എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫന ബൈ ഫാത്തിമ നബി ഒരു ഡ്രസ്സിങ് ക്ലോത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലുള്ളവരാണ് ചെക്ക് ചെയ്ത് നോക്കുക ഫന. അപ്പം അങ്ങനെ കുറച്ച് ബിസിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നു, ഞാനും വർക്ക് ചെയ്യുന്നു. എഡിറ്റിംഗ് നടക്കണില്ല, കുറേ വീഡിയോസ് ഉണ്ട്. നമ്മളെന്തായാലും പഴയ വീഡിയോസ് വെറുതെ പോസ്റ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പത്തായിരിക്കും എന്നാലും പോസ്റ്റ് ചെയ്യും. വീഡിയോ കുറേ ഇടാത്തതിന് കുറേ റീസൺസ് പറഞ്ഞു. ഇപ്പം റീസൺ ഒക്കെ കവർ ചെയ്യാൻ കുറേ ഒക്കെ ആക്കി കൊടുത്ത് എന്നിട്ടും റീസൺസ് ആണ് ചെയ്യാൻ ടൈമില്ല. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് കപ്പ് വെച്ചുള്ള കുറെ കളികളാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മള് ഇതുവരെയായിട്ട് നമ്മുടെ പേജിൽ ഗെയിംസും നമ്മൾ കളിച്ചില്ല. സോ നമ്മൾ വിചാരിച്ച് നമ്മൾ കപ്പിൾസ് ആയിട്ട് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ പറഞ്ഞു കപ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും ഗെയിം ചാലഞ്ച് ഷോർട്സ് കൂടുതൽ ചെയ്യല് ഇങ്ങനത്തെ ഒക്കെ. അപ്പൊ ഒരു ഫുൾ വീഡിയോ പോലെ വെറുതെ ചെയ്യാം. കുറെ നമ്മൾ 5 റൗണ്ട് ഉണ്ടാവും. അപ്പൊ 5 റൗണ്ടിൽ ഒരു റൗണ്ട് നമ്മൾ കപ്പ് വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ഗെയിംസ് ആണെന്ന്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്തൊക്കെ ഗെയിംസ് ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം. ലൈക്ക് എനിക്ക് കുറെ ഒന്നും അറിയില്ല. ഐ മീൻ പറഞ്ഞു തരും എന്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ, ഓരോ കളി കണ്ടോട്ടെ. ഗെയിം ഉണ്ട്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ കുറെ ഒന്ന് മറ്റേ കപ്പ് ഇങ്ങനെ വെച്ചിട്ട് സംഭവം ഇത് ഫ്രഷ് ആയിട്ടാണ് പണ്ടത്തെ എല്ലാവരും ചെയ്യണ. ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നമുക്ക് ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഞങ്ങൾ 5 റൗണ്ടാണ് ഗെയിം ഉള്ളത്. അതില് 5 പണിഷ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ പണി കിട്ടും. അതില് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അത് കാണുമ്പോ അറിയാം എന്തൊക്കെ ആണ് ഗെയിം, പണികൾ എന്താണ്. വിജയ്ക്ക് ലഭിക്കുന്നത് ഗാലക്സി ജുവൽസ് ആണ് കിട്ടുക. ഈ നബീല് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോ തന്നെ പറയാൻ തുടങ്ങിയത് ഇതിപ്പോ ഫുള്ള് അങ്കല്ലേ കിട്ടുണ്ടാവുക, പണികൾ മൊത്തം അങ്കല്ലേ കിട്ടുണ്ടാവുക. അപ്പൊ ഇത് എനിക്കല്ലേ കിട്ടുണ്ടാവുക. അപ്പൊ ഇത് എനിക്ക് ജയിക്കണം, കാരണം അത്രയും ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. എനിവേ നമുക്ക് കളിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറെ എന്താണ് അപ്പൊ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ മാറ്റിയേക്കാം. നീ റൗണ്ട് സെറ്റ് ചെയ്തോ. നമ്മളിവിടെ 6 കപ്സ് വെച്ചിട്ടുണ്ട്. 2 ആൾക്കും 6 കപ്സ് വെച്ചിട്ടുണ്ട്. ബലൂൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവള് സ്കൂളിൽ ഇത് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട്. ഇതെന്ത് സംഭവിച്ചാല് ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഈ ബലൂണ് ഇതിന്റെ ഉള്ളിൽ വെച്ച് വീർപ്പിക്കല്ലേ. ഇതിന്റെ ഉള്ളിൽ വെച്ച് വീർപ്പിച്ചിട്ട് ആ കപ്പ് എടുത്തിട്ട് ഫസ്റ്റ് കപ്പ് ഇവിടെ വെക്കാം. അങ്ങനെ ഈ എല്ലാ കപ്സും കപ്പ് ആയിട്ട് ആരാണോ ഫസ്റ്റ് ഇതിനുള്ളിൽ വെക്കുന്നത് ഒരു ജയിക്കും. ഫസ്റ്റത്തെ കപ്പ് ഇവിടെ സൈഡിൽ വെക്കും, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മേലക്ക്. അതായത് ഫസ്റ്റത്തെ കപ്പ് അങ്ങനല്ല, ഫസ്റ്റത്തെ കപ്പിൽ വീർപ്പിക്കും, ഇവിടെ കൊണ്ടുവെക്കും. രണ്ടാമത്തെ കപ്പ് വീർപ്പിക്കും, അതിന്റെ മേലെ കൊണ്ടുവെക്കും. അങ്ങനെ 6 കപ്പ് പിന്നെ മേലക്ക്. അപ്പൊ അങ്ങനെ 6 കപ്പ് ആരാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവര് ജയിക്കും. ഇനി അവർ തോറ്റെങ്കിൽ ടെൻഷൻ ആയിട്ട് ചെയ്യാം. ഇനി അവര് തോൽക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിയും കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യണ വേണം. ടൈം സ്റ്റാർട്ട് ചെയ്യണ്ട, നമുക്ക് തന്നെ ഇവിടുന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് നീക്കട്ടെ. അപ്പൊ റെഡി അല്ല, അവിടെ നീ വെക്കണ്ട, എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ല. എനിക്കില്ല. ഐഡിയ ഒക്കെ അപ്പൊ തുടങ്ങണ്ട. കുറച്ച് അങ്ങോട്ട് നീക്കിയൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടൊക്കെ ഈ പറമ്പിൽ ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, റെഡി 1 2 3 ഗോ. ഇതെന്ത് ശരിയാട്ടോ, പ്രാക്ടീസ് ഉണ്ട്. ചിരി ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുന്നത്, പക്ഷെ ഉള്ളിൽ വെച്ചിട്ട് ചിരി വരാ.
സാരമില്ല ഇറ്റ്സ് ഓക്കെ ഫസ്റ്റത്തെ കളി തന്നെ വിയൻ തോറ്റിരിക്കാണ്. ആരും നബിലെ കളിയാക്കരുത്. ഇറ്റ്സ് ഓക്കെ എന്റെ ഭഗവതി. വേറൊരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്. ഒരു കൈയ്യേറ്റ് എടുക്കാൻ പാടുള്ളൂ. ഞാൻ 2 വെച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. എല്ലാം 2 കൈക്ക് തലേന എല്ലാം ഒറ്റ കൈ വെച്ച് എടുക്കാം. ഇതെങ്ങനെ എനിക്ക് ആ ട്രാക്ക് കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മള് അറിയിച്ചേ ഫാത്തി ജയിച്ചിരിക്കുകയാണ്. 1 പോയിന്റ് എനിക്ക്. ഇനി നമുക്ക് പണി എന്താ ഉള്ളത് നോക്കാം. നമ്മളെ സാധനങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് സൈഡിൽ വെക്കാം. പണി ഞാൻ എടുക്കാം. കപ്പ് ഇതിലിങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എടുക്കാം. ഇതില് കുറെ പണികളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരായിട്ട് ചൂസ് ചെയ്യാൻ അതൊന്നും വേണ്ടല്ലോ. അവരെടുക്കുന്ന പണിയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ റെഡി 1 2 3 ഗോ. എടുത്തോ. നിങ്ങൾ വായിക്കാൻ പറ്റില്ല. വായിക്കാൻ പറ്റില്ല. ഞാൻ വായിക്കും. ഓക്കെ. തോൽവി നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലല്ലോ. ഓ എന്താ നബിലുള്ള പണി എന്താ അറിയോ? ഇന്റെ കഫ്താനിടാ. അതായത് ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണോ പണി കിട്ടണം ആ പണി അറ്റ് ദ എൻഡ് വരെ ഇട്ടോണ്ടിരിക്കണം. ഇപ്പൊ കഫ്താനാണെങ്കിൽ കളി ഇത് നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ അപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ള എനിക്കാണിത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മീശ വരയ്ക്കലേനു. സോ ഇതെന്താ വെച്ചാൽ നമ്മൾ 5 പണിഷ്മെന്റ് ഇട്ട് അതിൽ ഒരെണ്ണം കൺഫ്യൂഷൻ ആയപ്പോ ഇവൾക്ക് ഒന്നിലെ മീശ വരയ്ക്ക ഇല്ലാതുള്ളതില് എനിക്ക് കഫ്താൻ ഇടാം. അപ്പൊ ഫസ്റ്റ് തന്നെ കഫ്താൻ കിട്ടി. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമുക്ക് കഫ്താൻ എടുക്കാം. ഞങ്ങൾക്കുള്ള സ്റ്റൈലായിട്ട് വന്നതായിരുന്നു. നമ്മള് കഫ്താൻ കിട്ടി. ഇതിപ്പോ 5 എനിക്ക് കിട്ടുന്നോണ്ട് ഫസ്റ്റ് കളിയിലല്ല ടെൻഷനായി. ഇറ്റ്സ് ഓക്കെ. ഇതേതാ? അപ്പൊ നമുക്ക് നബിയില് കഫ്താൻ അണിയിച്ചു കൊടുക്കാം. ഞാൻ മൈക്ക് വരണോ? കൊണ്ട് മീനുക്കിയ കണ്ണിൽ നിറങ്ങ് ചെറുക്കനാരി ആരംഭത്തിലെ അപമാനം അങ്ങനെ തന്നെയാണ്. അത്ര അഹങ്കാരം നിങ്ങൾക്ക് ഉണ്ടേനു. വേറില്ലേ ഒരു കീറിയ കഫ്താൻ കൊണ്ടുവന്നേക്കുന്നത് മനഃപൂർവ്വമാണ്. ഇല്ല നോണ അറിയാ. കീറിയിട്ടൊന്നുമില്ല. നല്ല രസമുണ്ട്. ഇത് മറ്റേ സാധനമല്ല. വവ്വാല് ഇങ്ങനെ ഒരു എലി പോലത്തെ വവ്വാല്. സാരല്ലേ. കാരണം അത്രയും ഡയലോഗ് അടിച്ചിട്ട് സാധനം വാങ്ങിക്കുമ്പോ. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. ഗംഭീരമായിട്ട് തോറ്റ് തുന്നമ്പാടി അവസാനം വരെ ഇങ്ങനെ നിക്കണ ആലോചിച്ചിട്ടാണ് എനിക്ക്. ഈ വരാൻ പോണത് ഇതിനും അലമ്പാ. ഓക്കെ. സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. ദ സെക്കൻഡ് റൗണ്ട് നബില് പേടിച്ചിന് ഒന്ന് പതറി. പക്ഷേ കുഴപ്പമില്ല. എന്നോട് അറിയാം ഇതെന്തായാലും അങ്ങനെ പിന്നെ അറിയാതെ. അപ്പൊ ഇപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടില് വെച്ചിട്ടുള്ളത് 15 കപ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. 2 15 കപ്സ്. ഇതെല്ലാരും ചെയ്യുന്ന ഫ്രഷ് സാധനം ഇങ്ങനെ നിരത്തി വെക്കുക. അതായത് 15 ആകുമ്പോ 5 4 3 2 1 എന്നുള്ള രീതിയിൽ വെക്കുക. ഒരു 2 ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഹാൻഡിൽ എന്നിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഓരോന്ന് എടുക്കുക. ആരാണോ ഫസ്റ്റ് തീർക്കുന്നത് ഒരു ജയിക്കും. എനിക്ക് കൈ വെക്കാം. ഇങ്ങനെ വെക്കണേല് കൈ വെക്കാം. പിന്നത്തേൽ എടുക്കണേല് 5 വെക്കും. പിന്നെ മേലേക്ക് എന്നിട്ട് ടക് 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 ടക്. ഓക്കെ. അപ്പൊ അതാണ് കളി. കുറച്ച് നീങ്ങുന്നോ അല്ലെങ്കിൽ തട്ടു. അപ്പൊ അല്ല ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. മിറർ നോക്കണ്ട. ഓക്കെ. നമ്മൾ ബാക്കിൽ മിറർ വെച്ചിട്ടുണ്ട്. സ്ക്രീൻ കറക്റ്റ് ആണോ അറിയാൻ. എനിക്ക് ഇടക്ക് ഞാൻ അതിൽ നോക്കിയിട്ട് നിൽക്കുന്നത് നമ്മ കറക്റ്റാ. ഓക്കെ. അപ്പൊ നമ്മള് കളി റെഡി 1 2 3 ഗോ. എന്റെ അടുത്ത് പോ. ഇത് മൊത്തമായിട്ട് വീഴുന്നുണ്ട്. പഠിച്ചാനേ വളൊന്ന് പൊട്ടിക്കണേ. എനിക്ക് 6 അയ്യോ അത് വേണല്ലേ. ഓക്കെ. ഒക്കെ ഫുള്ളിൽ വെക്കണേ. എന്തത്?
ഇതൊരു കുട്ടികളെ കളിയാണ്, ഇത് എനിക്ക് പറ്റും തോന്നണില്ല. ഞാൻ തോന്നുന്നു എന്താ ഞാൻ ഫസ്റ്റ് റെഡിയാക്കിയല്ലോ, റെഡിയാക്കി, പക്ഷെ ഫുള്ള് വെച്ച് ഞാനാണെന്നാണ് എന്റെ ഒരു ഇത്. ഫുള്ള് വെച്ച് ഏന്നാക്കിയപ്പോഴത്തേനും എന്റെ ഇത് പോയി. പിന്നെ ഓക്കെ, അപ്പൊ ഞാനാണ് ജയിച്ചത്. അപ്പൊ വീണ്ടും അടുത്ത പണിഷ്മെന്റ്. അപ്പൊ നമുക്ക് അടുത്ത പണിഷ്മെന്റ് എടുക്കാം. എനിക്കൊന്ന് ഞാൻ ഡയലോഗ് അടിച്ച് എനിക്ക് പണി കിട്ടണമെന്ന്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഡയലോഗ് ഞങ്ങൾ ഇതിൽ എടുക്കും, നബിലെടുക്കും. എന്തെടുത്താലും പൊട്ടുള്ള എടുക്കല്ലേ. അടുത്ത എന്താ വെച്ചാല് ഇതിപ്പോ പൊട്ടൊക്കെ കിട്ടിട്ടാവല്ലോ കിട്ടാ. അടുത്ത പണി എന്താ വെച്ചാല് ഈ പൗഡർ എടുത്തിട്ട് ഇതിപ്പോ ഞാൻ അടുത്തത് തോറ്റു കൊടുക്കും. കാരണം എന്താ പറയാ, ഫുള്ള് ഞാൻ ജയിച്ച ഒരു രസം ഉണ്ടാവും. അപ്പൊ നമ്മൾ പൗഡർ എടുത്തിട്ട് നബിയുടെ മുഖത്ത് മൊത്തം തേച്ചെടുക്കും. പിന്നെ ഫുൾ കളി നമ്മുടെ സലീം കുമാർ സ്റ്റൈലാവും, മൈക്കിൾ ജാക്സൺ. ഓക്കെ, അത് എൻഡ് വരെ കന്നെ മുഖത്ത് പൗഡർ ഇട്ടിട്ടേക്കും നബിൽ കളിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ ഇതിപ്പോ 5 ഞാൻ പറഞ്ഞ കൂടി പൊട്ടിയ നീ ജയിച്ചില്ലേ? ജയിക്കണല്ല, ജയിക്കും ഓഫ് കോഴ്സ്. ഞാൻ ഇടണോ? വേണ്ട വേണ്ട, അല്ലോ ഇടി എത്ര ഇങ്ങോട്ട് നന്മമാരാവല്ല. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഇടണോ? കുറച്ചും കൂടി ഇടണ്ട. നല്ല സങ്കടം ഉണ്ട്. അപ്പൊ ആർക്കായാലും ഉണ്ടാവും, ആർക്കായാലും ആ ഒരു സങ്കടം ഉണ്ടാവും. എനിക്ക് മനസ്സിലാക്കാൻ വലിയ അവസ്ഥ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് 3 കളിയും കൂടി ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് റൗണ്ട്, തേർഡ് റൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കപ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കണ്ണ് പൂട്ടും, എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കും. സ്റ്റാർട്ട് പറയുമ്പോൾ 2 വരുന്ന ഓരോ കപ്പ് എടുക്കുന്നത്, ഏറ്റവും കപ്പ് ആരാണോ കൂടുതൽ എടുക്കുന്നത് അവര് വിന്നാവും. ഓക്കെ, ഇത് ടൈമർ വെക്കണില്ല, ടൈമർ വെക്കുന്നില്ല, നല്ലൊരു 30 സെക്കൻഡ്സ് ടൈമർ വെക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഓക്കെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു 30 സെക്കൻഡ്സ് ടൈം നമ്മളിവിടെ വെക്കും. അതില് സൗണ്ട് വരും തോന്നുന്നു 30 സെക്കൻഡ് ആകുമ്പോ. കാരണം ഇത് നോക്കാൻ വേറെ ആരും ഇല്ല. ഓക്കെ, നമ്മൾ മാത്രമേ ഉള്ളൂ. അതില് സൈലന്റ് ഓൺ ആക്കിട്ടോ, സൈലന്റ് ഓഫ് ആക്കിട്ട് 30 സെക്കൻഡ്സ് വെച്ചിട്ടുണ്ട്. നമ്മളെ ഓണോ അല്ല, അതൊരു 10 സെക്കൻഡ്സ് വെച്ചിട്ട് സൗണ്ട് വരുന്നുണ്ടോ നോക്കിയാ വരും അത് 30 സെക്കൻഡ് കള്ളത്തടം കളിക്കും. മറ്റേ കാഞ്ചനായല്ലോ. ഓക്കെ, 2 പ്രാവശ്യം കെട്ട്. ഇവള് കെട്ടുണ്ടോ നോക്കിക്കോ, ഞാൻ നോക്കിയില്ല. അയ്യോ, അങ്ങോട്ടും കെട്ടിയാ മതി. ഓക്കെ ഓക്കെ, എനിക്ക് ഒന്നും ഒന്നും കാണില്ല. ഇതെങ്ങനെ ഓണാക്കുപ്പോ പറഞ്ഞ പോലെ? അല്ല, ഇത് ഓണല്ലേ, റെക്കോർഡ് അല്ലേ? അത് റെക്കോർഡാണ്. പറഞ്ഞ പോലെ ടൈമർ നോക്കുന്നുണ്ട്, നോക്കിട്ട് ഓണാക്കാം. അപ്പൊ റെഡി? ഓണാക്കിയാൽ ഒരു സമയം വേണ്ട. അപ്പൊ എന്താ, നമ്മളെ കയ്യിലൊരു കപ്പ് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? കപ്പ് അവിടുന്ന് എടുക്കല. എന്ത് ചെയ്യും ഇപ്പൊ? ടൈം നീ ഫോൺ കയ്യിൽ വെക്ക്. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ 10 സെക്കൻഡ് കൂട്ടിട്ടോ. പിന്നെ കയ്യിൽ പിടിക്കേണ്ടില്ല. അത് സോഫ വെച്ചോ, സോഫക്ക് കാണുന്നുണ്ടാ? ഞാൻ ഒരു 10 സെക്കൻഡ് കൂട്ടിയിടാം. 5 സെക്കൻഡ് കൂട്ടിയിടാം. ഓക്കെ, അവിടെ വേഗം വെച്ചോട്ടെ സോഫ. ഫോൺ എടുത്ത് എറിയണ്ട. റെഡി, 1 2 3 ഗോ. ഒരു കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇക്ക. ഇക്ക ആദ്യേ കള്ളക്കളിയാ അറിയണ്ടേ? ടൈമറോ? എന്റെ കപ്പ് കഴിഞ്ഞ പെട്ടെടുത്ത് കഴിഞ്ഞ ഏതൊക്കെ വീടുണ്ട്? കള്ളക്കളി കളിക്കുന്നേ. കള്ളക്കളി ഒറ്റ കൈ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
അല്ലാതെ തോന്നുന്നില്ല. പിന്നെ താത്തിക്കോയെ അത് കപ്പ് വീണത് കണ്ണുറന്ന ഓ തോറ്റാലിയാന് എന്തായി അപ്പൊ നിങ്ങൾ പറയട്ടോ കള്ളക്കളി കളിച്ചിനോന്ന്. ഞാൻ കള്ളക്കളി കളിച്ചില്ല. 3 കപ്പ് പോയി താഴെ. 2 പോയി. ഓക്കെ അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാ. ടോട്ടൽ 30 ഉണ്ടേന്. 2 3 4 5 6 7 8 9 10 11 12 13. ഓ അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കിയേക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പൊ എന്താക്കൂ? അപ്പൊ ഒന്നുകൂടെ കളിക്കേണ്ടി വരും ഈ റൗണ്ട്. ഒന്നുകൂടി കളിക്ക. ഓക്കെ അപ്പൊ നമ്മൾ ഒന്നും കൂടി ഈ റൗണ്ട് കളിക്കുക. എന്നിട്ട് നമ്മൾ ഇത്രയും കപ്പ് വെച്ചിട്ട് കളിക്കാം. വേണ്ട അതും കൂട്ടാ. 2 കപ്പ് എക്സ്ട്രാ അല്ലേ ഉള്ളൂ? 2 രണ്ടെണ്ണേ ഉള്ളൂ. 3 ഓക്കെ താഴെ ഉണ്ട് ഇവിടെ. 15 15 30 ഉണ്ടായി. അതാ അപ്പൊ നമ്മളിത് വീണ്ടും തുടങ്ങും. ഒന്നും കൂടിയും. അപ്പൊ നമ്മള് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് സ്പ്രെഡ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. അപ്പൊ നമ്മള് ടോട്ടൽ 35 ആണ്. ശരിക്കും 30 ഉള്ളൂ. ഞങ്ങൾ അവിടെ തിരിഞ്ഞു വരുമ്പോൾ 5 സെക്കൻഡ്സ് തീരും. അതുകൊണ്ട് നമ്മള് 35, ഞങ്ങൾക്ക് വേറെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് 35 സെക്കൻഡ്സ് ആക്കും. ഇക്ക കള്ളക്കളി കളിക്കുക. റെഡി 1 2 3 ഗോ. ഓണായി തോന്നുന്നു. ഞാനേ ഇത് സൈഡില നമ്മ സൈഡ് മാറി. ഇല്ല ഇക്ക നന്നും കിട്ടും. എനിക്കൊന്നും കിട്ടാത്തേ ഇടല്ലേ. ഇക്ക നാണ കളിക്കല്ലേ. അല്ലാ ഞാൻ ഒന്നും ചെയ്തില്ല. കപ്പൊക്കെ കളിക്കി പുളിക്കി അതെന്നാണ്. 2 എടുക്കല്ലേടാ. ഇപ്പൊ കപ്പ് ഇത് ഞാൻ മടക്കാൻ വേണ്ടി ചെയ്യണേ. അത് ഞാൻ വെച്ചതാണ്. ഫൗളല്ല. എനിക്കേ കറങ്ങി വരുമ്പോ ഇത് മാറുന്നുണ്ട്. തോറ്റാ സന്തോഷായിട്ട് ഇങ്ങനെ ഞാനാ അതെ. ഇവിടെ എന്നെ നീക്കി നീയേ കണ്ണടക്ക നീക്കിട്ട് ഞാൻ എന്താ ഇന്ന നേരെ വന്നിട്ട് ഇവിടെ ഇരുന്ന് തപ്പണ് തോന്നുന്നു. നമ്മള് 4 കപ്സ്. അതോ 4 അല്ലേ? അതൊക്കെ എന്തിനു നോക്കണം? നമ്മളെ കപ്പ് മാത്രം നോക്കിയാ അതല്ല ലോട്ട് എടുത്ത കപ്പ് എടുപ്പ്. ഓക്കെ അപ്പൊ നമ്മൾ എടുത്ത കപ്സ് എണ്ണ. ഞാൻ ആദ്യം എണ്ണ. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11. ഞാൻ ഈ കളിക്കില്ല ഗൈസ്. ആക്ച്വലി എന്താ വെച്ചാല് ഇപ്പൊ 3 കളിയായിട്ട് തോൽക്ക. അതുകൊണ്ട് പാവം തോന്നുക. എന്തൊരു ഇവിടെ എന്നെ നീക്കി. ആ വീഡിയോയിൽ കണ്ടറിയാം. എന്നെ നീക്കിട്ട് ഞാൻ വന്നിട്ട് ആ കളിയിലും വിയൻ തോറ്റിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് കംപ്ലൈന്റ് ക്ലാസ് എവിടെ? പണി എന്താ നമുക്ക് നോക്കാം. ഇതിപ്പോ എല്ലാം എനിക്ക് തന്നെ ആയല്ലോ. ഓക്കെ 6 ഗെയിം വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അടുത്ത പണി എന്താ നോക്കാം. 3 ജയിച്ചാൽ ഇനി നീ തന്നെ ജയിക്കൂലേ? ഞാൻ എന്തായാലും ഇപ്പൊ ജയിച്ച്. ബട്ട് നമുക്ക് 6 കളി വെക്കേണ്ടി വരും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒക്കെ ഞാൻ തന്നെ ചെയ്യാ. ഇതിൽ 6 ഉണ്ടല്ലോ. ഉണ്ടാക്കി കളിയാ. മൂക്കി
ഒരെണ്ണ എനിക്ക് കിട്ടും. അയ്യോ ഇതായിരുന്നു എനിക്ക് അവൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം. ഇതിപ്പോ കറക്റ്റ് പെണ്ണ്, 2 പെണ്ണുകൾ ചേർന്നിട്ട് പാവം തോന്നി എനിക്ക് ഇങ്ങനെ ഒരു നിങ്ങൾക്ക്. ഞാൻ അടുത്തേക്ക് തോറ്റരും എന്തായാലും, ഞാൻ എന്തായാലും തോറ്റരുക്ക. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം എന്റെ കണ്ടന്റ് ആയിരുന്നു. 4th റൗണ്ടിലേക്ക് പോവാം. അടുത്തത് ഫാത്തി തോൽക്കും. ഓക്കെ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ അടുത്ത റൗണ്ട്. ഓക്കെ അപ്പൊ നമ്മുടെ 4th റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കോമാളി കണ്ടില്ലേ, ഇതില് നമ്മള് എന്റെ സൈഡില് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്, ഇവളുടെ സൈഡിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്രോസ് വന്നിട്ട് മറ്റേ ഞാൻ ഇവിടുന്ന് ഇത് എങ്ങനെയാണുള്ളത് അതിന്റെ അതായത് ഇത് ഇന്റെ കപ്സുകളാണ്. ഇക്ക് ഈ കപ്സ് ഒക്കെ എടുത്ത് തീർക്കണം, ഞാൻ ഇക്കാനെ കപ്സ് ഒക്കെ എടുത്ത് തീർക്കണം. ഇതിപ്പോ ഇതിങ്ങനെയാണുള്ളത്. ഇക്ക ഇങ്ങനെ ആക്കിയിട്ട് ഓരോന്നോരോന്ന് വെക്കണം, ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഓരോന്നോരോന്ന് വെക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അപ്പൊ അതില് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ വെക്കണം, മേലക്ക് വെക്കാം. ഓരോന്നോരോന്ന് ഒരു കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഒരു കൈയാ. സോ ടൈം കറക്റ്റ് 15 കപ്പ് ഇല്ലേ? 15 കപ്സ് ഉണ്ട് ഈക്വൽ. അതിൽ ആരാണ് ഫസ്റ്റ് തീർക്കുന്നത് അവര് ജയിക്കും. റെഡി 1 2 3 ഗോ. ഗോ. അയ്യോ ഇത് ആ സൈഡായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇക്കിന്റെ കൈ നീട്ടുണ്ട്. നിന്നെ പൊട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര കണ്ടന്റിന് വേണ്ടിയിരുന്നു. കണ്ടന്റിന് അതെ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു കാര്യം പറയണ്ട. അതൊരു പ്രശ്നമുണ്ട്. എന്റെ കയ്യിലേക്ക് നീളം കുറവാ, ഇക്കാക്ക് നീളം കൂടുതലാ. ഇത്രയേറെ എന്റെ കണ്ടന്റ് ഞാൻ ഗെയിമിലേക്ക് വന്നു. ആക്ച്വലി എനിക്ക് ബോറിംഗ് ആയി ഇത് ഫുള്ള് ഇങ്ങക്ക് കിട്ടിയിട്ട്. സാരല്ല, ഇത് നമുക്ക് ഇതിൽ കാണാൻ പറ്റി. അത് കണ്ടതിൽ വളരെ ദുഃഖിതനായിരിക്കും നമ്മൾ. ആ മറ്റേ കംപ്ലൈന്റിന്റെ സാധനങ്ങൾ, പണിഷ്മെന്റ് ഇതേതാ? അത് 2 എണ്ണല്ലേ ഉള്ളൂ, 3 എണ്ണം. ഇതാണ്. അപ്പൊ നമ്മള് പണിഷ്മെന്റ് കൊടുക്കാൻ പോണ്. നല്ലൊരെണ്ണം കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരെണ്ണെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടി. അപ്പൊ നമ്മള് കൊടുക്കാൻ പോണ സാധനം കൊറേ ഇതാ. അതന്നെ ഞാൻ ഇട്ടെടുക്കാൻ പോണ്. ഇനി നമ്മളെ എൻ്റെ കൂടെ കളിക്കാൻ ഞാൻ മോണിക്കയുടെ കൂടെ കളിക്കാൻ പോണത് ഗാന്ധിജി. പ്രശ്നം ഇതാ വീഡിയോയില് നല്ലോണം കാണാൻ പറ്റണേ. മോണിക്ക കളിക്കാം. ഇതന്നെയാണ് കിട്ടിയ നോക്കട്ടെ. ഇതന്നെ നമ്മക്ക് ഇല്ലാത്ത ഡൗട്ട് ഇവൾക്കൊക്കെ ഫണ്ണി ഗ്ലാസ്. എന്ത് കഷ്ടം. അപ്പൊ ഇത് 2 നമ്മള് തിരിച്ച് ഇതിൽക്കിടും. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇനി അപ്പൊ ഒരു കളി കൂടി വേണ്ട ശരിക്കും. ഒരു കളി കൂടി ഉണ്ട്. ഒരു കളി പോരല്ലോ, കാരണം 3 കളി ഓൾറെഡി ഞാൻ തോറ്റി. അപ്പൊ അങ്ങനെ പറ്റൂല അല്ലെ. നമുക്ക് ഒരു കളി കൂടി ആഡ് ചെയ്യണമെന്ന് എന്റെ ഒരു അഭിപ്രായം. 2 പേർക്ക് ജയിക്കാനുള്ളത് കൊടുക്കുക, എന്നിട്ട് അതിൽ ആരും കൂടുതൽ ജയിക്കാന്നുള്ളല്ലേ. ഓക്കെ നോക്കട്ടെ, ചിലപ്പോ ഞാൻ ഒരു ഗെയിം കൂട്ടും, ചിലപ്പോ ഇതിൽ തന്നെ അവസാനിപ്പിക്കും. അപ്പൊ ഇത് നമ്മളെ നിലവിൽ ലാസ്റ്റത്തെ റൗണ്ടാണ്. ചിലപ്പോ ഒരെണ്ണം ആഡ് ആവാൻ ചാൻസ് ഉണ്ട്. തോറ്റാലും ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി 3 തോറ്റ്. സാരല്ല. ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാൻ പോണം. നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. 5th റൗണ്ട്. വേറെ തന്നെ ഒരാളെ കൂടെ നിൽക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ അപ്പോ നമ്മൾ അവസാന റൗണ്ട് എങ്ങനെയാന്ന് വെച്ചാല്, ഇത് എനിക്ക് കുറച്ച് പണിയാവും. എന്റെ മീശനെ മൂക്കിയൊക്കെ പോണത് ബലൂൺ. ഓക്കെ അപ്പൊ നമ്മള് കപ്പ് കറക്റ്റ് ഈ ലൈനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ടൈമിംഗ് വെച്ചിട്ട്. പക്ഷെ വീഡിയോയിൽ നമ്മൾ കിട്ടൂല എന്ന് വെച്ചോണ്ട് നമ്മള് ഒരു കപ്പ് എന്നുള്ളത് 5 കപ്പ് ആക്കിയിട്ട് ഫസ്റ്റ് അങ്ങോട്ട്. 2-3 കപ്പ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ അതങ്ങനെ. അപ്പൊ നമ്മൾ ഇതിന്ന് നിലത്ത് കിടണം.
ആയിട്ടില്ലേ? എങ്ങനെ പറഞ്ഞു കൊടുക്കൂ. ആദ്യം നമ്മൾ ഇത് ബലൂണ് വീർപ്പിക്കുക, എന്നിട്ട് അതിന്റെ കാറ്റുകൊണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഓരോന്ന് അതെങ്ങനെ നീക്കാം അല്ലേ? അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട്. എങ്ങനെ ഒറ്റൊന്നും ആദ്യം ആക്കിയിട്ട് രണ്ടാമത്തെ ആക്കാൻ പറ്റില്ല, അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കഴിയുപോലെ അങ്ങനെ എന്നാ നല്ല സുഖമല്ലോ. രണ്ടെണ്ണം ഒരുമിച്ചാക്കി കൊടുക്കുക, രണ്ടെണ്ണം അടുപ്പിച്ചാക്കിയേ കണ്ട. അങ്ങനെ വിടാനും പറ്റില്ല. പിന്നെ അതൊക്കെ നമ്മള് അനുസരിച്ചിരിക്കും. എന്താ അയ്യേ അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണേലും ചെയ്യാം. കാണില്ല. അപ്പൊ 1 by 1 1 by 1 എന്നാ പിന്നെ ഇവിടെ സൈഡിൽ വെച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ട് വീട് അങ്ങനെ, അല്ലെ ഇത് കാറ്റിൽ പറക്കും. ഇല്ല എന്റെ മോൻ. ഓക്കെ അപ്പൊ എങ്ങനെയായാലും ഓക്കെ. എനിക്കിത് വീർപ്പിക്കാൻ നല്ല പണിയുണ്ട്. പല ട്രിക്ക് കൊടുക്കാൻ പറ്റേ. ഇക്കൊക്കെ ഇപ്പൊ പുതിയൊരു ഐഡിയ ഇട്ടിട്ട് അപ്പൊ ഫ്ലോപ്പ് ആവും. ഓക്കെ റെഡി സ്റ്റഡി ഗോ. ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങളെ പാവം വെച്ച് കാത്തുന്നത് ചിരിച്ചിട്ട് സത്യം കാണുന്നവർക്കറിയാം ഞാൻ ഇവിടെ ചിരിച്ചു നിന്നോണ്ട് പോയെന്നാ. ഞാൻ ചിരിച്ചിട്ട് ഇവിടെ മറ്റേ വലിയ ഐഡിയ ആയിട്ട് വന്നതാ. പക്ഷെ എന്റെ ഐഡിയ തരുന്നില്ല. എന്റെ ഐഡിയ എന്താ വെച്ചാൽ ഞാൻ വലുതാക്കി ഉറപ്പിച്ചിട്ട് പക്ഷെ അത് ഫസ്റ്റില് പാളി. അപ്പൊ ഓടി. പക്ഷെ ഞാൻ ജയിക്കേണ്ട 100% ജയിക്കണം. പക്ഷെ തോറ്റു. 110 തോറ്റു. അല്ല ഞാൻ ചിരിച്ച് എന്ത് ചെയ്യണ്? പണിഷ്മെന്റ് കിട്ടിയ സാധനം കള്ള മൂക്കി പോയി. മീശ മൂക്കൊടുത്തേ വാങ്ങിടുവാ. മീശ മൂക്കും കാണിക്കുക ഇവർക്കൊന്ന്. ഇതെങ്ങനെ തെറിച്ചു പോയത്? ഓ ഞാൻ വീരാനായി. ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് നല്ല ഷൊണ്ണപ്പനായിണ്ട്. അപ്പൊ നമ്മള് ഒരു റൗണ്ട് കൂടി ഇപ്പൊ ജയിക്കണോ? അതിന് വേണ്ടിട്ട് 1-2 റൗണ്ട് ഇപ്പോഴും ജയിക്കൂല, ടൈ ആവുള്ളൂ. അപ്പൊ എന്തായാലും ടൈ എങ്ങനെ? ഞാൻ രണ്ടാമത്തെ തോൽക്കണുള്ളൂ. അടുത്ത ഞാൻ ജയിക്കുമല്ലോ. ജയിച്ചാൽ അപ്പോ കുഴപ്പമില്ല. നമുക്കിത് ഈ റൗണ്ടോടുകൂടി അല്ല പണിഷ്മെന്റ് ഉണ്ട്. അങ്ങനെ 2 പണിഷ്മെന്റ് ഒന്ന് ഞാനിപ്പോ ആലോചിച്ചു. അല്ല തെറ്റ ഏതെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞതന്നെ. നോക്കട്ടെ. വേണ്ട ഇല്ല. ഓക്കെ നോക്ക്. 2-1 എഴുതിയോ? എന്തോ ഒരു പ്രശ്നം വന്നു. അത് വെറും പേപ്പർ. അപ്പോ നമ്മുടെ അവസാനത്തെ പണിഷ്മെന്റ് ആക്ടിങ് ചലഞ്ച്. ഫാത്തി എനിക്ക് വേണ്ടിയിട്ട് ഒരു സീന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആക്ടിങ് ചലഞ്ച് അവിടെ വന്നിട്ട് ചെയ്യണം കാരണം ആ ഫേസ് എല്ലാം കാണണം. നല്ല സന്തോഷമായിരുന്നു എന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ. ഞാൻ അവിടെ നിൽക്കും സൈഡിൽ. ഓക്കെ അപ്പോ ഇത് നമ്മുടെ സ്ഥിരം എങ്ങനെയാന്ന് വെച്ചാല് കപ്സ് എടുത്തേ വാ. പിന്നെ ഇവിടെ വന്നിങ്ങനെ നിക്കണം. ഇതിപ്പോ വീണോ? അപ്പൊ ഇതെന്താ വെച്ചാല് ഒരു 10 സെക്കൻഡ് നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവള് ഡയലോഗും ഇതും പറയണം. ഓൺ വോയിസ് ചെയ്യണേ. ഓക്കെ ഇല്ല ഫേസ് കാണണം. അവിടേക്ക് ഇതിപ്പോ നാക്കാൻ പറ്റില്ല. ഇല്ല നിക്ക് പറയാ ആദ്യം കേൾപ്പിച്ചോണ്ട് എന്നിട്ട്
ഞാനൊന്നും എടുത്ത് വെച്ചിട്ട് എന്താ നബിൽ ചെയ്യണം, കാരണം നബിൽ തോറ്റാതാ നമ്മള് പറയണ. അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഞാൻ എന്താ വെച്ചാൽ അതേ എന്റെ പ്ലാന്, ആരാണ് തോൽക്കുന്നത് അവരിത് ചെയ്യണം. നബിൽ ഓൾറെഡി തോറ്റ്, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ സ്ഥിരം പ്ലീസ് സത്യം പറയാലോ, ആക്ടിങ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാരും ഇത് എടുക്ക ഫസ്റ്റ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റി. പക്ഷെ ഇത് എനിക്ക് ഇവിടെ ചെയ്ത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഫാത്തി അതന്നെയാണ് എടുത്തു വെച്ചേക്കണേ. അതുകൊണ്ട് ഫാത്തി തന്നെ ചെയ്യാം. പഠിച്ചില്ല ഇത്ര സെക്കൻഡ് പോലെ ഓൺ വോയിസിൽ കേട്ടോ. എനിക്കറിയൂല, കുഴപ്പമില്ല, പെറ്റ് ചെയ്താൽ മതി. പക്ഷെ ആക്ഷൻ വരണം, കേക്കണ്ട. ഉണക്ക് ധൈര്യം അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി സ്റ്റഡി. കുറച്ചുകൂടെ അടുത്ത് പണിഷ്മെന്റ് ഞാൻ നല്ല ചെയ്തു. ഞാൻ ക്യാമറ ഒന്ന് പൊക്കി വെക്കട്ടെ അടുത്തേക്ക്. ഇനി എന്തായാലും നമുക്ക് ഇതില് നമ്മള് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. റെഡി സ്റ്റഡി ഗോ. എനിക്ക് தெரியாது அந்த 5 கொலை. അമ്മ ഏതാവത് കൊടുക്കാതെ നല്ല എനിക്ക് അത്ര അഭിനയിക്കാൻ അറിയൂല. സർ 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 അന്ന് 5 കൊലയും നല്ല സെറ്റ് ചെയ്തത്. അന്യൻ അമ്പിയുടെ മീസ പൊഴിച്ച് 5 കൊല 5 കൊല അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ നാനായത് മോണിക്ക. അപ്പൊ ഇന്നത്തെ വിന്നർ ആരാ? മോണിക്ക. മോണിക്ക. അപ്പൊ ഫാത്തി ജയിച്ചിരിക്കാണ്. ഫാത്തിക്ക് ഞാനപ്പോ ഇന്നത്തെ പ്രൈസ് ഫാത്തിക്ക് അടിച്ചിരിക്കാണ്. ഈ സംഭവം എല്ലാവർക്കും അറിയുന്ന പോലെ ഈ വീട്ടിൽ കിട്ടിയത് 2 പേർക്കുള്ളതാണ്. ഇതിന്റെ മാത്രം പോയി പണി. അപ്പൊ പ്രൈസ് അപ്പോ കൺഗ്രാറ്റുലേഷൻ. നമ്മളെ ഒരു ലോങ് ഫസ്റ്റ് ടൈം ലോങ് ഗെയിം ചലഞ്ചില് ഫാത്തി വിജയിച്ചിരിക്കുകയാണ്. താങ്ക് യു ഗായ്സ്. അപ്പൊ ഇൻഷാല്ലാ ഇനി നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരണം. ഇനി സൗണ്ട് ഒക്കെ എന്തെങ്കിലും അയക്കോ അറിയില്ല, കാരണം മൈക്കുമേലൊക്കെ തൊട്ടോന്നുണ്ട്, അറിയില്ല. എനിവേ ഇനി ഇങ്ങനത്തെ ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. എന്തൊക്കെ ഗെയിംസ് ആണ് കളിക്കേണ്ടത് നിങ്ങൾ പറയാ, സജഷൻ ചെയ്യാം. അതന്നെ, അപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കളിക്കുന്നതാണ്. സോ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കുറെ ആൾക്കാരുണ്ട് അറിയാം, അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. നമ്മളെ അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ വരുന്നതാണ്. തിരിച്ചു വരുന്നവരേക്കും ബൈ. ടിക് ടിക് ബൂം.